ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടാണ്. നമ്മൾ ചെന്ന് അടിച്ചപ്പോൾ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടായി കിട്ടിയ ഓടിച്ചുകൊണ്ടുവന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഓഫായി പോയി. അങ്ങനെ ഓഫ് ആവാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻറ്റ് വന്നതാണ്. പ്ലഗിന് വലിയ പഴക്കമുണ്ടായില്ല, എന്നിട്ടും പ്ലഗ് ഷോർട്ടായി പോയി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചോക്കിൻ്റെ കേബിള് ഫുൾ ലോഡായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ക് കേബിള് വലിഞ്ഞ് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെല്ലും, അത് കത്തിക്കാനുള്ള ഇഗ്നീഷൻ പ്ലഗിന് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്ലഗ് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ചോക്ക് കാർബറേറ്റർ യൂണിറ്റുമ്പോൾ ടൈറ്റായതാണ് കംപ്ലയിൻറ്റ് വരാൻ കാരണം. അപ്പോൾ ഞാൻ തൽക്കാലം വേറൊരു സ്പ്രിങ് ഇട്ട് കൊടുത്തിട്ട് ടെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അത് വർക്കിംഗ് ആണ്. പ്ലഗ് മാറ്റി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചു നോക്കി, കറക്റ്റ് കൺഫേം ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സെൽഫ് എടുക്കുന്നില്ല. സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററി ഫുൾ ഡെഡായി പോയി, ഫുൾ ചാർജ് ഇറങ്ങി പോയൊരവസ്ഥയിലായിരുന്നു. പുതിയ ബാറ്ററിയാണ്, 2025 വെച്ചാണ് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടല്ല അത് പ്രോബ്ലം വന്നത്. ബാറ്ററി ചാർജ് ഇറങ്ങി പോകാനുള്ള കാരണം ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് അല്ലായിരുന്നു. ഞാനിപ്പോൾ വേറൊരു ബാറ്ററി വെച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്തു. നമ്മളപ്പോൾ വണ്ടിയിൽ ഇരുന്ന ബാറ്ററി 2025 ബാറ്ററിയാണ്, വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററിയാണ്. ആ ബാറ്ററി അഴിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാണ്. അത് ഫുൾ ചാർജ് ആയതിന് ശേഷമാണ് ഇനി നമുക്ക് വണ്ടിയിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ബാറ്ററി വേറെ ഒരെണ്ണം പകരം വെച്ചിട്ട് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറണം. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചാർജ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് തിരിച്ച് വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കണം. അതാണ് ശരിക്കും എൻ്റെ വർക്കിംഗ് മെത്തേഡ്. ആ ഒരു സിസ്റ്റം കംപ്ലയിൻ്റ് ആയിരുന്നു. അത് രണ്ട് രീതിയിലാണ് കംപ്ലയിൻറ്റ് വരിക. ഒന്ന് റെക്ടിഫയർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും, പിന്നെ സ്റ്റാർട്ടർ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വരും. അപ്പോൾ നമ്മൾ ഈ റെക്ടിഫയർ യൂണിറ്റൊക്കെ മാറ്റി വെച്ച് നോക്കി, എന്നിട്ട് വേരിയേഷനൊന്നും വ്യത്യാസമൊന്നും വരുന്നുണ്ടായില്ല. കഴിഞ്ഞ് കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഈ കോയിൽ അസംബ്ലിയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ഈ ഒരു കോയിലിൻ്റെ കംപ്ലയിൻ്റാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കോയിലുമേ തന്നെയാണ് ബാറ്ററിയിലേക്ക് ചാർജ് പോകുന്നതും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് തെളിയുന്നതും സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോസസ്സും നടക്കുന്നത് ഈ ഒരൊറ്റ കോയിലിൻ്റെയാണ്. അപ്പോൾ ഞാൻ കോയിൽ അസംബ്ലി ഒരെണ്ണം മാറ്റി മേടിച്ച് ഒരെണ്ണം പുതിയത് മേടിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഇരുന്ന പഴയ കോയിൽ അസംബ്ലി. കോയിൽ അസംബ്ലിക്ക് 1108 രൂപ കോയിൽ അസംബ്ലിക്ക് മാത്രം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങൾ വരും, പിക്കപ്പ് ചാർജ് വരും, ബാറ്ററി ചാർജ് ചെയ്യണതിൻ്റെ എമൗണ്ട് വരും, അതൊക്കെ അഡീഷണലാണ് വരാം. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ടും വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് ആ പെർമിഷൻ കിട്ടിയിട്ട് വേണം അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ബാറ്ററി ചാർജ് ആയി കിട്ടുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 4-5 മണി ആവും. എന്തെങ്കിലും ഒരു 5 മണി ചാർജിലേക്ക് ഇട്ടിട്ട് കുറച്ചായി, ഒരു 5 മണി ഒരു 5:30 ആയിട്ട് വന്നാലും മതി. കാരണം അത്രയും ബാറ്ററി ചാർജ് ആയി കിട്ടുകയാണെങ്കിൽ അത്രയും കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റിനാണ് വന്നേക്കണേ. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം. അതിനകത്ത് നമുക്ക് പ്ലഗ്, സ്റ്റാർട്ടർ കോയിൽ അടക്കം ഉൾപ്പെടുത്തി ബാറ്ററി ചാർജൊക്കെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.